അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 5/12/2025 നിഅമത്തു ദക്കാഇൽ ഇസ്തിനാഇ എന്ന ശീർഷകത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധിയുടെ അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ബുദ്ധിശക്തി അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ ബുദ്ധിശക്തി കൊണ്ട് അവൻ അറിവിൻ്റെ പുതിയ മേഖലകൾ കണ്ടെത്തുന്നു. ജീവിതത്തിൽ അവന് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ അവൻ ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ പുരോഗതിയിൽ വഴിത്തിരിവായി മാറിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. മനുഷ്യന് അള്ളാഹു നൽകിയ ബുദ്ധിശക്തി കൊണ്ട് അവൻ കണ്ടെത്തിയതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഖുതുബ. ഭൂമിയിലേക്ക് അള്ളാഹു നമ്മെ സൃഷ്ടിക്കുമ്പോൾ വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ പിറന്നു വീഴുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയാത്തവരായിരുന്നു. അവൻ നിങ്ങൾക്ക് കാഴ്ചശക്തി നൽകി, കേൾവിശക്തി നൽകി, ചിന്താശേഷി നൽകി, നിങ്ങൾ നന്ദി ഉള്ളവരാകാൻ വേണ്ടി. മനുഷ്യൻ അവൻ്റെ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് ലോകത്ത് നടത്തിയിട്ടുള്ളത്. അവൻ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ എത്രയാണ് പുരോഗതി പ്രാപിച്ചിട്ടുള്ളത്. മനുഷ്യ ബുദ്ധി കൊണ്ട് അവൻ ഉണ്ടാക്കിയ നേട്ടങ്ങൾ അവൻ അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. ആ റബ്ബ് നൽകിയ അനുഗ്രഹമാണത് എന്ന് അവൻ എപ്പോഴും ഓർമ്മയുണ്ടാകണം. വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ജമീഅൻ മിൻഹു ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ അവൻ നിങ്ങൾക്ക് വഴിപ്പെടുത്തി കീഴ്പ്പെടുത്തി തന്നതാണ്. അതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട്. നിർമ്മിത ബുദ്ധി ഏറെ ഉപകാരപ്രദമായതാണ്. മനുഷ്യ ജീവിതം അത് വളരെ എളുപ്പമാക്കിയിരിക്കുകയാണ്. സമയങ്ങളും പ്രയാസങ്ങളുമൊക്കെ നമുക്ക് ഹ്രസ്വമാക്കി തരുന്നു. പഠനങ്ങളും പഠിപ്പിക്കലുമൊക്കെ നമുക്ക് ഏറെ എളുപ്പമാക്കി തരുന്നു. ചിന്തയുടെയും കണ്ടെത്തലുകളുടെയും ചക്രവാളങ്ങൾ നമുക്ക് വിശാലമാക്കി തരുന്നു. എല്ലാം ഞൊടിയിടയ്ക്കുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന വിധത്തിൽ മനുഷ്യജീവിതം ഏറെ എളുപ്പമാക്കുന്നതാണ് നിർമ്മിത ബുദ്ധി. അത് അവൻ മനസ്സിലാക്കുകയും അത് നല്ല രീതിയിൽ ചെലവഴിക്കുകയും ചെയ്യണം. അതുകൊണ്ട് പുരോഗതിയുടെ പടവുകൾ ചവിട്ടിക്കയറാൻ അവന് സാധിക്കണം. അള്ളാഹു ഈ ഭൂമിയുടെ പരിപാലകരായിട്ടാണ് നമ്മെ നിശ്ചയിച്ചിട്ടുള്ളത്. അവരുദ്ദേശിക്കുന്ന വിധത്തിൽ ഈ ഭൂമിയിൽ നാം നന്മ ചെയ്യണം. വഹുവല്ലദീ ജഅലക്കും ഖലായിഫൽ അർളി വറഫഅ ബഅദക്കും ഫൗഖ ബഅദിൻ ദറജാത്ത് ലിയബ്ലുവക്കും ഫീമാ ആതാക്കും. അവൻ ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളായി നിശ്ചയിച്ചതാണ്. നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെക്കാൾ അവൻ പദവിയിൽ ഉയർത്തിയിരിക്കുന്നു. അവൻ നൽകിയത് നിങ്ങളെങ്ങനെയാണ് ചിലവഴിക്കുന്നത് എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി. അള്ളാഹു നൽകിയ അനുഗ്രഹം അവൻ നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? അവൻ നൽകിയ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടോ? ആ അനുഗ്രഹങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നാം ഈ നിർമ്മിത ബുദ്ധിയെ എങ്ങനെ സമീപിക്കണം? നാം അത് പഠിക്കണം. അത് ഫലപ്രദമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവാക്കാക്കണം. നമ്മുടെ മക്കളെയും നമ്മളത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അവരുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ നിർമ്മിത ബുദ്ധി ഒരു വലിയ ഭാഗമാക്കി തീർക്കാൻ സാധിക്കണം. റബ്ബ് നമ്മളോട് പറഞ്ഞതാണല്ലോ, വഖുർ റബ്ബി സിദ്നി ഇൽമ. എപ്പോഴും നാം വിജ്ഞാന കുതികുകളാവണം. അറിവുകൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം. എല്ലാ അറിവുകളും നാം സ്വായത്തമാക്കണം. അതെന്നിട്ട് നന്മയിൽ ചിലവഴിക്കുകയും അതിലെ തിന്മയുടെ ഭാഗങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യണം. തിരുനബി പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉ. നിനക്ക് ഉപകാരമുള്ളതിൽ എപ്പോഴും നീ ബദ്ധശ്രദ്ധനാവണം എന്ന്. നാം
മനുഷ്യ പുരോഗതിക്ക് വലിയ ഫലം ചെയ്യുന്ന ഈ അനുഗ്രഹം നിർമ്മിത ബുദ്ധി അത് പഠിക്കണം, അത് ഫലപ്രദമായി നമ്മുടെ തലമുറക്ക് അത് നാം പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരെ അതിൽ നാം പ്രേരിപ്പിക്കുകയും ചെയ്യണം. നമ്മളതിന് നന്ദി പ്രകടിപ്പിക്കണം. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും. നാം റബ്ബിന് നന്ദി പ്രകടിപ്പിച്ചാൽ അവൻ നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നാം ജോലികളൊക്കെ ചെയ്തു തീർക്കുന്നതിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അനായാസം അത് പൂർത്തിയാക്കുന്നതിൽ ഈ നിർമ്മിത ബുദ്ധിയെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ പകരക്കാരനാക്കി ചെയ്യുന്നതൊക്കെ അത് നിർമ്മിത ബുദ്ധി ചെയ്യും എന്ന നിലക്ക് നാം ഒരിക്കലും അലസരും മടിയന്മാരും ആയിക്കൂടാ. നാം അതിനെ പകരക്കാരനാക്കിക്കൂടാ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നാം എളുപ്പത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ അതിൻ്റെ കൃത്യതയും അതിൻ്റെ സൂക്ഷ്മതയും നമ്മൾ തന്നെ നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അത്തസബ്ബുത്തു നിസ്ഫുൽ ഇൽം. കാര്യങ്ങൾ അത് കൃത്യമാണോ എന്ന് നാം സ്ഥിരീകരിക്കൽ അത് തന്നെ അറിവിൻ്റെ പകുതിയാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നാം എപ്പോഴും ബോധവാന്മാരാകണം. യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്ത് ഖുർആനിൻ്റെ കൽപ്പനയാണ്. നിർമ്മിത ബുദ്ധി നമ്മുടെ കൈകളിൽ ഉണ്ടാകണം. അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കണം. തിന്മയിൽ നാം ഒരിക്കലും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കരുത്. നമ്മുടെ സമയം നശിപ്പിക്കാനുള്ള ഉപാധിയായി നിർമ്മിത ബുദ്ധിയെ നാം കണ്ടെത്തരുത്. നമ്മുടെ രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒരു ദീർഘ കാഴ്ചപ്പാടുള്ള ഭരണാധിപന്മാരെ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ്. പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുക, ഭാവിയിൽ എപ്പോഴും പ്രതീക്ഷ നൽകുന്ന മുന്നേറ്റങ്ങൾ നടത്തുക, അതിൽ നമ്മുടെ ഭരണകൂടം എപ്പോഴും പ്രശംസനീയമാണ്. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലും അത് എല്ലാവരിലേക്കും എത്താനും അതെല്ലാവരും പഠിക്കാനും അത് ഉപയോഗപ്പെടുത്താനും നമ്മുടെ ഭരണകർത്താക്കൾ നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജോലി ചെയ്യുമ്പോൾ സാമ്പത്തികമായ വിഷയങ്ങൾ, അതുപോലെ തന്നെ കൃഷി പോലത്തെ കാര്യങ്ങളിൽ, ചികിത്സാ രംഗങ്ങളിലൊക്കെ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തണം. വിദ്യാർത്ഥികൾ അത് കരഗതകമാക്കണം എന്ന് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് ലഭ്യമാകുന്ന അതിൻ്റെ എല്ലാ വഴികളും നമ്മുടെ മുമ്പിൽ തുറന്ന് വെച്ച് അതിനുവേണ്ടി വലിയ സാമ്പത്തിക ചെലവുകൾ ഭരണകൂടം ഏറ്റെടുത്തു നമ്മളെ അതിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ നാം അതിനോട് നന്ദിയുള്ളവരാകുകയും നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യണം. തിരുനബി പറഞ്ഞില്ലേ, മൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹ്. നിങ്ങൾക്കൊരാൾ ഒരു നന്മ ചെയ്തു എന്നാൽ നിങ്ങൾ അതിന് തത്തുല്യമായത് പകരം തിരിച്ചു നൽകണം. ഫഇല്ലം തജിദൂ മാ തുകാഫിഉനഹു. നിങ്ങൾക്ക് പകരം അതുപോലത്തെ തിരിച്ചു നൽകാൻ കഴിഞ്ഞില്ലെങ്കിലോ ഫദ്ഉ ലഹു. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, റബ്ബിനോട് ദുആ ചെയ്യണം. ഹത്താ തറൗ അന്നക്കും ഖദ് കാഫഅ്തുമൂ. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത് വരെ അവർ ചെയ്തു തന്നതിന് പ്രത്യുപകാരമായി ഞാൻ ചെയ്തു, അത് അതിനോട് കിടപിടിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വരെ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ ഭരണകർത്താക്കൾ നമുക്ക് എപ്പോഴും നന്മ ഉദ്ദേശിക്കുന്നവരും നമ്മുടെ പുരോഗതിക്ക് വേണ്ടി എല്ലാ വാതിലുകളും നമ്മുടെ മുമ്പിൽ തുറന്ന് വെക്കുന്നവരും ആണ്. നാം നല്ലത് പഠിക്കുകയും നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങൾ നാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കുമൊക്കെ ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ വർദ്ധിപ്പിച്ചു തരട്ടെ. ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.